നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. നല്ല ആത്മബന്ധത്തിൽ തുടങ്ങിയതായിരുന്നു ചില്ലുവിളക്ക് സീരിയലിൽ ഞാനും മാണി സി കാപ്പനുമായിട്ടുള്ള ബന്ധം. ഞാനൊരു പരമ്പര ചെയ്യുന്നു. അതിൽ നായകനോളം പ്രാധാന്യമുള്ള ഒരച്ഛൻ്റെ വേഷമുണ്ട്. 5 കടാകടിയന്മാരായ 5 മക്കളുടെ അച്ഛനാണ്. ചെയ്യാമോ എന്ന് ഞാൻ ഫോണിലൂടെ വിളിച്ച് കാപ്പ സാറിനോട് തിരക്കി. ഞാൻ പാലയിൽ ബംഗ്ലാവിൽ അത് ചെയ്യുമ്പോൾ അദ്ദേഹം സെറ്റിൽ വന്നിട്ടുണ്ട്. പരിചയപ്പെട്ടിരുന്നു അവിടെ വച്ച്. അത്രയും ആത്മബന്ധമേ ഞങ്ങൾ തമ്മിലുള്ളൂ. കഥ കേട്ടപ്പോൾ കോട്ടയത്തുകാരിയായ അല്ലെങ്കിൽ കോട്ടയത്ത് ഇപ്പോൾ താമസിക്കുന്ന KR മീരയുടെ കഥയാണ് എന്നെല്ലാം കേട്ടപ്പോൾ നിങ്ങളുടെ എക്സിക്യൂട്ടീവ് ആരാ? ഞാൻ പറഞ്ഞത് റോഷൻ ചിറ്റൂരാണ്. കുരുക്ഷേത്ര അടക്കം ഒരുപാട് വലിയ സിനിമകൾ ചെയ്ത പ്രൊഡക്ഷൻ കൺട്രോളറാണ് എൻ്റെ എക്സിക്യൂട്ടീവ്. എനിക്കൊരു അനിയനെ പോലെയാണ് റോഷൻ. ഒരു കാര്യം ചെയ്യൂ, ആ റോഷനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയൂ. റോഷൻ വിളിച്ചു. എനിക്ക് എത്ര ശമ്പളം തരും, എന്താണ് എൻ്റെ ഡ്രസ് കോഡ്, മാസത്തിൽ എത്ര ദിവസം വേണ്ടി വരും, പിന്നെ എന്താ പറയുക, അങ്ങനെ കുറേ കൂടെ അഭിനയിക്കുന്നവർ ആരൊക്കെ എന്നൊക്കെ പറഞ്ഞ് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആര് എന്നൊക്കെ ചോദിച്ചു. ആ ചോദ്യങ്ങളെല്ലാം അദ്ദേഹത്തിന് കൃത്യമായ മറുപടി കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് സമ്മതമായി. സെറ്റിൽ ഞാൻ വളരെ മാന്യമായി പെരുമാറി അദ്ദേഹത്തോട്. തിരിച്ച് അദ്ദേഹവും സെറ്റിൽ ജെൻറ്റിൽമാനായിരുന്നു. സ്വന്തം സ്ക്രോപ്പിയോയിൽ സെറ്റിൽ വരും. നല്ല വടിവത്ത തൂവുള്ള ഡ്രസ്സുകളല്ലേ അദ്ദേഹം സ്വകാര്യ ജീവിതത്തിലിട്ടു. അതുതന്നെ എൻ്റെ സിനിമയിലെയും ഡ്രസ് കോഡ്. ട്രിവാൻഡ്രം ക്ലബ്ബിൽ സ്വന്തം ചിലവിൽ താമസിച്ച് വന്ന് അഭിനയിച്ചു. ഞാൻ 1 രൂപ പോലും അദ്ദേഹത്തെ പറ്റിച്ചിട്ടില്ല. കൃത്യമായി അഭിനയിച്ചതിനുള്ള ശമ്പളവും കൃത്യമായി കൊടുത്തിരുന്നു എന്ന് മാത്രമല്ല, ഒരു 6-7 മണിയായി കഴിഞ്ഞാൽ വൈകുന്നേരം അദ്ദേഹം ഒന്ന് അസ്വസ്ഥനാകും. കാരണം ട്രിവാൻഡ്രം ക്ലബ്ബിൽ ചെല്ലണം, ഒന്ന് കുളിച്ച് ഫ്രഷായി കഴിഞ്ഞാൽ ശാല അടിക്കണം, പിന്നെ നന്നായിട്ട് കുറേ ചീട്ട് കളിക്കണം. അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഹോബിയാണ്. അതിന് അദ്ദേഹം ചെയ്യുന്ന ഒരു തന്ത്രജ്ഞത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വല്ലാത്ത ചിരിയോടെ എൻ്റെ അടുത്ത് വരും. ദിനേശേ, ഇനി എത്ര സീനുണ്ട് എനിക്ക്? എന്ത് സാർ, അല്ല എത്ര ഉണ്ട്? ഞാൻ പറഞ്ഞു, സാറേ ഒരു സീനേ ഉള്ളൂ, അതിലെ സാറിൻ്റെ ഷോട്ടുകൾ മാത്രം ഞാൻ എടുത്തിട്ട് സാറിന് ഉടനെ ഫ്രീ ആക്കാമെന്ന് പറഞ്ഞു. താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഒരു ചിരിയോടെ കണ്ണടച്ചേ ചിരിക്കുകയുള്ളൂ. കണ്ണടച്ച് ചിരിച്ചിട്ട് അങ്ങ് പോകും. ഞാൻ ഇന്ന് കാപ്പ സാറിനെ വിളിക്കുകയാണെങ്കിൽ, സാർ എവിടെ ഉണ്ട് സാറേ? ദിനേശൻ ഞാൻ പാലയിലുണ്ട്, എന്താ വിശേഷം എന്ന് കേൾക്കും. നാളെ കാപ്പ സാറിനെ വിളിച്ചാലേ, ദിനേശൻ ഞാൻ മേഘാലയയിലാണ് എന്ന് പറയും. മറ്റന്നാ വിളിക്കുമ്പോൾ പറയും, ഞാൻ ബോംബെയിൽ ശരത് പവാറിൻ്റെ വീട്ടിലുണ്ട് ദിനേശേ. അതായത് എന്താ പറയുക, എപ്പോഴും പുള്ളി ഭയങ്കര കറക്കമാണ്. ഒരു ദിവസം പോലും ഡേറ്റ് പറഞ്ഞിട്ട് തെറ്റിക്കുകയോ അങ്ങനെ ഒന്നും എന്നെ ചുറ്റിച്ചിട്ടേ ഇല്ല അദ്ദേഹം. സെറ്റിൽ ഇപ്പോൾ ഇലക്ഷനിൽ തോറ്റ കഴിഞ്ഞ 5 വർഷമായിട്ട് മന്ത്രിയായിരുന്ന AK ശശീന്ദ്രനുണ്ടല്ലോ, അദ്ദേഹം ഉൾപ്പെടെ ഉള്ളൊരു സെറ്റ് വരും. അവരെല്ലാം അന്ന് ഒരു പാർട്ടിയിലാണ് വന്ന് അവർ ഒരുപാട് നേരം സംസാരിച്ചിരിക്കുക. എന്നെ AK ശശീന്ദ്രനെയൊക്കെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തു. പിന്നെ എവിടെയോ വെച്ച് ശശീന്ദ്രനുമായിട്ട് തെറ്റി പാർട്ടി 2ആയി പിളർന്നു. അങ്ങനെയാണല്ലോ കാപ്പൻ ഇപ്പോൾ വേറൊരു പാർട്ടി, എന്ത് പാർട്ടി എന്ന് പോലും എനിക്ക് പറയാറില്ല. ആകപ്പാട് അദ്ദേഹം ചെയ്തത് എൻ്റെ ചിലുവിളക്കിൻ്റെ നിർമ്മാതാവിനെ രഹസ്യമായി അടിച്ചുകൊണ്ട് പോയി കബഡി എന്ന് പറഞ്ഞ സിനിമ നിർമ്മിച്ചു, 2 പേരും കൂടെ ചേർന്ന്. അതുമാത്രമാണ് എന്നോട് കാപ്പൻ ചെയ്യാൻ പാടില്ലാത്തൊരു പണി ചെയ്തത്. ചില്ലുവിളക്കിനെ ആ കാരണം കൊണ്ട് തന്നെ ചില്ലുവിളക്ക് പൂട്ടി. ഞാൻ തന്നെ ക്ലവൻ സാറിനെ സൂര്യയിൽ വിളിച്ച് സാർ ഇത് നിർത്തിത്തരണം എന്ന് പറയേണ്ടി വന്നു. കാരണം പൈസയില്ല, പൈസ മുഴുവൻ അങ്ങോട്ടാണ് പോട്ടെ. സാരമില്ല, അതൊക്കെ പോട്ടെ എന്ന് അനുഭവിക്കാം. കാലം എപ്പോഴും നമ്മളെ അത്തരം കാര്യങ്ങളൊക്കെ അങ്ങ് വിടിയിക്കുമല്ലോ. ചില്ലുവിളക്കിൻ്റെ നിർമ്മാതാവായി വന്നവൻ നല്ല ഫ്രോഡായിരുന്നു എന്നുള്ളതിൽ ഒരു മാറ്റവും എനിക്കില്ല. കാരണം എനിക്കും എൻ്റെ സ്റ്റുഡിയോയ്ക്കും അടക്കം തന്ന ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളച്ചെക്ക് എന്ന് പറ്റിച്ച ദ്രോഹിയാണ്. അതുകൊണ്ട് ആ ഫ്രോഡ് പോയി. ചില്ലുവിളക്ക് കിട്ടിയ പൈസയിലാണ്ട് കൊണ്ടുവന്ന് കബഡിയിലിട്ട് കബഡി പൊളിഞ്ഞ് എല്ലാം പോയി. അത് പോട്ടെ. പറയാൻ വന്നത് ഇതൊന്നുമല്ല. മാണി സി കാപ്പൻ വീണ്ടും MLA ആയി തിരഞ്ഞെടുത്തു. ജോസ് കെ മാണിയെ വീണ്ടും പാലയിലിട്ട് തോൽപ്പിച്ചു എന്നുള്ളതാണ്. ഉറപ്പായും അദ്ദേഹം മന്ത്രിയാവും. കാരണം ഒരു സീറ്റിൽ ജയിച്ചവരെയും മന്ത്രിയാക്കണം. അത് ചിലപ്പോൾ ടേംസ് ഒരു 2.5 വർഷം, ഗണേശനൊക്കെ കൊടുത്തല്ല 2.5 വർഷം ഒരാൾക്ക്, 2.5 വർഷം വേറൊരു പാർട്ടിക്ക് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ രമയും ഒക്കെ മന്ത്രിയാവും തോന്നുന്നു. അപ്പോൾ ആദ്യം തന്നെ വരുന്ന മന്ത്രിസഭയിൽ മാണി സി കാപ്പൻ മന്ത്രിയാവും എന്നുള്ള ഒരു ഉറപ്പാണ്. കാരണം അതിനുള്ള എല്ലാ യോഗ്യതയും അദ്ദേഹത്തിനുണ്ട്.
അദ്ദേഹത്തിന് സ്പോർട്സ് വകുപ്പ് നൽകണം എന്ന് ഞാൻ പറയുന്നു. നല്ല വോളിബോൾ പ്ലെയറാണ് അദ്ദേഹം. നല്ല രീതിയിൽ സ്പോർട്സിനെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയും. ഒപ്പം സിനിമ വകുപ്പ് കൂടി നൽകണം. മേലെ പറമ്പിൽ ആൺവീടും മാന്നാർ മത്തായി സ്പീക്കിങ്ങും ഒക്കെ നിർമ്മിച്ച ആളാണല്ലോ കാപ്പ സാർ. സിനിമയ്ക്കായി കോടികൾ കളഞ്ഞ ആളുമാണ്. അതിനാൽ തന്നെ സിനിമയുടെ ടു Z കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം. സാംസ്കാരിക വകുപ്പ് AP അനിൽകുമാറിന് എനിക്ക് തന്നെ വേണമെന്ന് അദ്ദേഹം വാശി പിടിച്ചാൽ കൊടുക്കണം. കാരണം മുമ്പ് അദ്ദേഹമായിരുന്നു സാംസ്കാരിക വകുപ്പ്. അങ്ങനെ അദ്ദേഹം വാശി പിടിച്ചാൽ സിനിമ മാത്രം സ്പോർട്സിൻ്റെ കൂടെ കാപ്പ സാറിന് നൽകണം. കാപ്പ സാർ അത് നന്നായി കൊണ്ടു നടക്കും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അത് സിനിമയ്ക്ക് ഗുണകരമാവുകയും ചെയ്യും. നമസ്കാരം. എന്നെ നന്നായി വിഷമിപ്പിക്കുന്നൊരു കാര്യം പറയാനാണ് ഇന്നത്തെ എപ്പിസോഡ്. അത് നസീർ സാറിനെ പറ്റിയാണ്. മലയാളിയുടെ മനസ്സിൽ ജാതിയുടെയും മതത്തിൻ്റെയും മുൻപൊന്നും കാണാനാവാത്ത വിധം ആ ചിന്തകൾ അരങ്ങു കൊഴുപ്പിക്കുന്നു എന്നതാണ് എന്നെ വേദനിപ്പിക്കുന്നൊരു കാര്യം. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കഴിഞ്ഞ 28-ാം തീയതി ചൊവ്വാഴ്ച കേരളത്തിൽ നടന്ന ഒരു ഹർത്താൽ. അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് എന്ന കുട്ടിയുടെ ആത്മഹത്യ നമ്മളെല്ലാം വേദനിപ്പിച്ചതാണല്ലോ. ആപ്പ് വഴി അളിയനെ സഹായിക്കാൻ ലോൺ എടുത്ത കുട്ടിയാണ്. പഠിക്കാൻ പോയ കുട്ടി ലോൺ ആപ്പ് വഴിയൊക്കെ കാശെടുത്താൽ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന് എടുത്തവനും ആലോചിച്ചില്ല, കൊടുത്തവനും ആലോചിച്ചില്ല, വാങ്ങിയവനും ആലോചിച്ചില്ല. അളിയന് കാശ് വേണേൽ അളിയൻ ആപ്പിൽ കയറാതെ അളിയന് വാങ്ങിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അളിയൻ പൈസ വേണമെങ്കിൽ അളിയൻ ആപ്പിൽ കയറണമായിരുന്നു. അങ്ങനെ അളിയൻ ആപ്പിൽ കയറാതെ പഠിക്കാൻ പോയ കുട്ടിയെ ആപ്പിൽ കയറ്റി അവൻ ആത്മഹത്യ ചെയ്തു. മനസാക്ഷി എന്നൊരു സാധനമില്ലാത്ത വർഗമാണല്ലോ മീറ്റർ പലിശയ്ക്ക് കടം കൊടുക്കുന്നവർ. ഞാൻ സീരിയലൊക്കെ എടുത്ത് പൊളിഞ്ഞ കാലത്ത് ദിവസം 500 രൂപ മീറ്റർ പലിശ, ഒരു മാസം 1 ലക്ഷം രൂപയ്ക്ക്. ആലോചിച്ച് നോക്കൂ, 15,000 രൂപ പലിശ കൊടുത്തവനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഈ മീറ്റർ പലിശക്കാരെ അറിയാം. ഉത്തരേന്ത്യയിൽ ഇരുന്നു കൊണ്ട് കേരളത്തിൽ ഒരു കോളേജ് വിദ്യാർത്ഥിക്ക് പണം പലിശയ്ക്ക് നൽകുന്നുവെങ്കിൽ അവന്മാർക്കറിയാം ആ കാശ് എങ്ങനെ തിരിച്ചു വാങ്ങണമെന്ന്. നിതിൻ രാജിൻ്റെ മരണത്തോടെ ആപ്പിലെ 3 ഇപ്പോൾ പോലീസ് കസ്റ്റഡി കിടക്കുകയാണ്. ആരും അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. കോളേജിലെ അധ്യാപകരാണ് കുറ്റക്കാർ എന്നതിലാണ് നിതിൻ രാജിൻ്റെ വീട്ടുകാർ ഫോക്കസ് ചെയ്യുന്നത്. ഒരു കോളേജിൽ 100 കുട്ടികൾ പഠിക്കുന്നുവെങ്കിൽ ഒരു നിതിൻ രാജിനോട് മാത്രം അധ്യാപകർക്ക് നീരസം തോന്നുന്നത് എന്തുകൊണ്ട് എന്ന് ഇവരാരും ചിന്തിക്കുന്നില്ല. ആ കോളേജിൽ ഒരാൾ മാത്രമേ SC/ST വിഭാഗത്തിലുള്ളോ എന്ന് ചോദിച്ചാൽ കഥയിൽ ചോദ്യമില്ല. കഴിഞ്ഞ 28-ാം തീയതി സംസ്ഥാന വ്യാപകമായി ഹർത്താലിന് ദളിത് സംഘടനകൾ ആഹ്വാനം നടത്തി. വിവാഹ വണ്ടികൾ പോലും കടത്തിവിടാതെ തടഞ്ഞു. പ്രവേശന പരീക്ഷകൾക്ക് പോലും വിദ്യാർത്ഥികൾക്ക് എത്താൻ പറ്റാതായി. ഞാൻ സാക്ഷിയായതുകൊണ്ടാണ് വിവാഹത്തെ പറ്റി പറയുന്നത്. ഗുരുവായൂരിലേക്ക് പോയ എൻ്റെ വീടിനടുത്തുള്ള ഒരു വിവാഹ പാർട്ടിയുടെ വണ്ടിയെ കൊട്ടാരക്കരയിൽ തടഞ്ഞിട്ടു. കല്യാണമൊക്കെ വേണമെങ്കിൽ നടത്തിയാൽ മതി, ഞങ്ങളുടെ നിതിൻ രാജിന് വേണ്ടി ഈ വണ്ടി ഇവിടെ കിടക്കട്ടെന്ന് പറഞ്ഞ് തടഞ്ഞിട്ടു. വിവാഹ വണ്ടി പോലും. ഹർത്താലിലെ അക്രമം കണ്ട ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. കോടതി ലക്ഷ്യ നടപടി വരെ സ്വീകരിച്ചു. തിരുവല്ലയിൽ ആംബുലൻസ് പോലും തടഞ്ഞത് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് ചെയ്തു. 27 കേസുകളും 100 അറസ്റ്റുകളും ഇതുവരെ നടന്നു. നിതിൻ രാജിനെ വെറും ദളിത് യുവാവാക്കി മാറ്റി സമരക്കാർ. ദളിതനായാലും അവർണനായാലും സവർണനായാലും ഒരച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നങ്ങളെ തല്ലിക്കൊഴിച്ചതായി കാണാൻ നമുക്ക് പറ്റാതായിരിക്കുന്നു. മതേതര കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. ഒരു ഡെഡ് ബോഡി മതി ഞങ്ങൾക്ക് എന്നുള്ള ചിന്താഗതിയിലേക്ക് പോകുന്നു സംഘടനകൾ. ഇക്കാഴ്ച ഇപ്പോൾ സിനിമയിലും കാണാൻ കഴിയുന്നുണ്ട്. മലയാളത്തിൻ്റെ മഹാനടനാണ് സത്യൻ. അദ്ദേഹത്തെ മനസാക്ഷിയില്ലാത്ത പോലീസുകാരനാക്കിയത് സർ CP രാമസ്വാമി അയ്യരായിരുന്നു, അല്ലാതെ ഒരു നാടാരല്ല. സത്യനേശൻ നാടാരെ ക്യാമറയ്ക്ക് മുന്നിൽ ആദ്യം നിർത്തിയ K ബാലകൃഷ്ണൻ ഈഴവനായിരുന്നു, നാടാരല്ല. സത്യമാഷിനെ തിരശ്ശീലയിൽ ആദ്യം കാണിച്ചത് P സുബ്രഹ്മണ്യമായിരുന്നു, അദ്ദേഹവും നാടാരല്ല. സത്യമാഷിൻ്റെ അനുജൻ നേശൻ മാത്രമാണ് അദ്ദേഹത്തെ സിനിമയിൽ സഹകരിപ്പിച്ച ഏക നാടാർ.
എന്നാൽ ഇന്ന് സത്യമാഷിനെ തലസ്ഥാനത്ത് നാടാർ സമൂഹം തങ്ങളുടെ ബ്രാൻഡായി ചാപ്പ കുത്തുന്നു, അതും പരസ്യമായിട്ട്. എന്തിനധികം JC ഡാനിയലിനെ പോലും അദ്ദേഹം ഞങ്ങളുടെ ആളാണെന്ന തരത്തിൽ നാടാർ സമുദായം സംസാരിക്കുന്നു. അദ്ദേഹം മരുന്നില്ലാതെ, ഭക്ഷണമില്ലാതെ, നല്ല വസ്ത്രമില്ലാതെ ഒരു സുഹൃത്ത് ഔദാര്യമായി നൽകിയ ഭാർഗവി നിലയം പോലൊരു വീട്ടിൽ ഒതുങ്ങിക്കൂടിയപ്പോൾ ഒരു നാടാരും സംരക്ഷിക്കാനോ സഹായിക്കാനോ ഉണ്ടായില്ല. ദുരിതക്കയത്തിൽ കിടന്ന് നീറി അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കുമ്പോൾ സർക്കാർ പണിയുള്ള മകൻ പോലും തിരിഞ്ഞു നോക്കിയില്ല. അയാളെയാണ് ഇപ്പോൾ JC ഡാനിയലിൻ്റെ പ്രതിപുരുഷനായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് സജി ചെറിയാനടക്കം പൊക്കിക്കൊണ്ട് നടക്കുന്നത്. അത്രയേ ഉള്ളൂ. സർക്കാരിനോടും സാക്ഷാൽ K കരുണാകരനോടും മലയാറ്റൂർ രാമകൃഷ്ണനോടും പോരാടി വഴക്കടിച്ച് അവശ കലാകാരൻ്റെ പെൻഷൻ സംഘടിപ്പിച്ച് കൊടുക്കാൻ ഒരു ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ എന്ന പേരിൽ വാലില്ലാത്ത നായരാണ് സമരം ചെയ്തത് എന്നത് പോലും ഈ സംഘടനകൾ ഓർക്കുന്നില്ല. അന്ന് JC ഡാനിയലിൻ്റെ ജീവൻ നിലനിർത്താൻ ഒരു നാടാരുമില്ലായിരുന്നു. ഇപ്പോൾ ഒരു ഡസൻ JC ഡാനിയൽ സംഘടനകൾ കേരളത്തിലുണ്ട്. അതിലൊരു സംഘടന നാടാർ സമുദായത്തിൻ്റേതാണ്. ഞങ്ങളുടെ ആളാണ് JC ഡാനിയൽ, മറ്റ് സംഘടനകൾക്ക് ഒരവകാശവും JC ഡാനിയലിനോടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. ചത്താലും തന്നെ ഞങ്ങൾ മനസ്സമാനത്തോടെ വിടില്ല എന്ന വാശി ഉള്ളതുപോലെ തോന്നാം. ഇത് തന്നെയാണ് കലാഭവൻ മണിയുടെ കാര്യത്തിൽ സംഭവിച്ചത്. കലാഭവൻ മണി അവസാന കാലത്ത് താനൊരു അവർണനാണെന്ന കാർഡിറക്കി. അത് മലയാളി മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മണിയെ മലയാളി കണ്ടത് അവർണൻ ആയിട്ടാണോ? നമ്മുടെ അപ്പുറത്തെ വീട്ടിലുള്ള പയ്യനായിട്ടല്ലേ മണിയെ കണ്ടത്. പക്ഷേ മണി പോലും അതോർത്തില്ല എന്നതാണ് കഷ്ടം. കസ്റ്റംസുകാർ തൻ്റെ വള സ്വർണ്ണമാണോ എന്ന് പരിശോധിച്ച് കളഞ്ഞു. പാതിരാത്രി ഞാനും ഒരു സുഹൃത്തും ഒരു പെണ്ണും പിള്ളയും കാട്ടിൽ കഞ്ഞി വയ്ക്കാൻ ഗ്യാസും സ്റ്റൗവും അടുപ്പും പാത്രങ്ങളും സാധനങ്ങളും വെള്ളവും ഒക്കെ ആയിട്ട് പോയപ്പോൾ എൻ്റെ വണ്ടി തടഞ്ഞു ഫോറസ്റ്റുകാർ. പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടാതെ മടങ്ങി ഗ്യാസും പാത്രങ്ങളും പെണ്ണും പിള്ളയെല്ലാം ഇറക്കിയിട്ട് തിരിച്ച് ചെന്ന് ഫോറസ്റ്റുകാരോട് ചോദ്യം ചോദിച്ചപ്പോൾ എൻ്റെ ജാതി വിളിച്ചു. എന്നിട്ട് അവന്മാർ ആശുപത്രിയിൽ കയറി കിടക്കുന്നു. അവർണനായതിനാൽ DGP സെൻകുമാർ സാർ മാത്രം പിന്തുണ തന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് പറയാൻ പറ്റുക? സെൻകുമാർ അവർണന്മാരെ കൂടെ നിന്നിട്ട് ഇപ്പോൾ പോയി നിൽക്കുന്നില്ലേ എവിടെയെന്ന്. എന്നാൽ ആദ്യ പത്മശ്രീ സിനിമയ്ക്ക് നേടിത്തന്ന തെക്കുറിശ്ശി സുകുമാരൻ നായർക്കോ അഭിനയ പ്രതിഭ കൊട്ടാരക്കര ശ്രീധരൻ നായർക്കോ മാധവൻ നായർ എന്ന മധുവിനോ പെരുന്ന പോപ്പിൻ്റെ പോലും പിന്തുണയില്ല എന്നുള്ളതാണ് ഇതിൽ രസകരം. ശരിയല്ലേ? നായന്മാർ എല്ലാവരും കൂടി ചേർന്ന് മധുസാറിനോട് നമ്മളെല്ലാം കൂടെയുണ്ട് എന്ന് കരയോക്കാർ പറഞ്ഞാൽ ഉറപ്പായിട്ടും അദ്ദേഹം ഇറങ്ങടാ പുറത്തെന്നുകൊണ്ട് ഓടിക്കും. ഒരു ദിവസം 24 മണിക്കൂർ എന്നത് 72 മണിക്കൂറാക്കി കൊടുത്താൽ എല്ലാ സെറ്റിലും കൃത്യമായി എത്താനാവാത്തത്ര തിരക്കുള്ള ജഗതി ശ്രീകുമാർ പോലും പറഞ്ഞു ജാതിപരമായ വിവേചനം എന്നോട് കാട്ടുന്നുവെന്ന്. അദ്ദേഹം അഭിനയിച്ച ഏറ്റവും നല്ല 25 പടങ്ങളെടുത്താൽ 23 നായരും തമ്പിയും നമ്പൂതിരിയും എടുത്ത സിനിമകളാണ് എന്നുള്ളത് ഉറപ്പ്. സ്വന്തം ജാതി അപേക്ഷാ ഫോറത്തിൽ ആ കോളത്തിൽ ഫില്ലപ്പ് ചെയ്യാത്തത് ജാതി കോളത്തിൽ ഫില്ലപ്പ് ചെയ്തില്ല. അതുകൊണ്ട് കോളേജിൽ നിന്നും പുറത്തു പോയ തിലകൻ പോലും അവസാന കാലത്ത് ജാതി കാർഡ് ഇറക്കി കളിച്ചു. B ഉണ്ണികൃഷ്ണനും മോഹൻലാലും നായരും മമ്മൂട്ടി മുസ്ലിമും ആയിപ്പോയി എന്നുള്ളതാണ് പ്രശ്നം. അദ്ദേഹത്തെ ആദ്യം ഒഴിവാക്കിയ സംവിധായകൻ തൻ്റെ തന്നെ ജാതിക്കാരനാണ് എന്നതുപോലും അദ്ദേഹം മറന്നു. കുട്ടിക്കുരകനെ കൊണ്ട് ചുടിചോറ് വാരിക്കുന്നത് പോലെ തിലകനെ എരിവ് കയറ്റിവിട്ട് സകലമാന സിനിമാക്കാരെയും തെറി വിളിപ്പിച്ച കേമൻ നായരാണ് എന്നതുപോലും തിലകനും ഓർത്തില്ല. തിലക്കുകാലത്ത് അദ്ദേഹത്തെ വിളിച്ച് അഭിനയിപ്പിച്ച രഞ്ജിത്ത് എന്തായാലും ശ്രീനാരായണീയനുമല്ല, നായരാണ്. പെരിയാറിലൂടെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തിയ PJ ആൻ്റണിയും കോലങ്ങൾ, യവനിക മുതലായ സിനിമകളിലൂടെ ശ്രദ്ധേയനാക്കിയ KG ജോർജും നസ്രാണികൾ ആയിരുന്നത് പോലും ആവേശം കൊണ്ടപ്പോൾ തിലകം മറന്നുപോയി. ദേശീയ അവാർഡ് നേടിത്തന്ന പെരുന്തച്ചൻ എഴുതിയ MDയും സംവിധാനം ചെയ്ത അജയനും നിർമ്മിച്ച ഭാവചിത്ര ജയകുമാറും കറകളഞ്ഞ നായന്മാരാണ് എന്നതുപോലും
അമ്മയെയും ഫിഫ്കയെയും തെറി പറയുന്ന ആവേശത്തിൽ തിലകൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. ഇത് പലർക്കും ബാധകമാണ്. അത് ഇത്തരം കാര്യങ്ങൾ ഓർക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് തന്നെയാണ് പ്രേം നസീറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ജനിച്ചത് മുസ്ലിം സമുദായത്തിലാണെങ്കിലും തികഞ്ഞ മതേതരവാദിയായി ജീവിച്ച മനുഷ്യനായിരുന്നു നസീർ സാർ. മരിച്ചിട്ട് 50 വർഷം ആകാറാവുമ്പോൾ അദ്ദേഹത്തെ മുസ്ലിമായി മാത്രം കോർണർ ചെയ്യാൻ ഒരു 110 സംഘടനകൾ ഉടലെടുത്തിരിക്കുന്നു. പ്രേം നസീറിനെ ദൈവ അവതാരമാക്കി മാറ്റാനുള്ള എഴുത്തുകളും വർത്തമാനങ്ങളുമായി വയറ്റിപ്പഴപ്പിനുള്ള വഴികൾ കണ്ടെത്തുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ സംഘടനകൾ ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ചേർന്ന് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പ്രേം നസീറിൻ്റെ പേരിൽ. അവർ കഴിയുന്ന ചാരിറ്റികൾ ചെയ്യുന്നു. അവർക്ക് വലിയ അവകാശവാദങ്ങളുമില്ല. അതിൻ്റെ തലവൻ അറിയപ്പെടുന്ന RSS BJP നേതാവായ നമ്മുടെ നിർമ്മാതാവ് സുരേഷ് കുമാറുമാണ്. എന്നാൽ മുസ്ലിം നാമധാരികളെ മാത്രം തലപ്പത്ത് വെച്ച് അദ്ദേഹത്തെ ഒരു തനി മുസ്ലിമാക്കി മാറ്റി തങ്ങളുടെ വയറ് നിറയ്ക്കാനുള്ള വഴികൾ തേടുന്ന പ്രേം നസീറിനെ ദൈവമാക്കി, ദൈവത്തിൻ്റെ പ്രതീകമായി രൂപം നൽകിയ അവതാര പുരുഷനാക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഇവിടെ ഒരു കൂട്ടം സംഘടനകൾ. പ്രേം നസീർ ഒരു മനുഷ്യനുണ്ടാകാവുന്ന എല്ലാ ബലഹീനതകളും ദൗർബല്യങ്ങളുമൊക്കെയുള്ള മനുഷ്യൻ തന്നെയായിരുന്നു. ഒപ്പം മലയാളികളിൽ കാണാനില്ലാത്ത മനുഷ്യ സ്നേഹവും അനുകമ്പയും പരമാവധി നല്ല മനുഷ്യനായി ജീവിക്കണം എന്ന വാശിയും മതേതരവാദിയുമായിരിക്കണം താനെന്ന ബോധവും ഒക്കെയുള്ള സിനിമാക്കാർക്ക് തൊട്ടു തെറിച്ചിട്ടില്ലാത്ത മനുഷ്യത്വം, താൻ കഴിക്കുന്ന ഭക്ഷണം തരുന്ന സിനിമയെയും അതിലെ സഹപ്രവർത്തകരെയും വല്ലാതെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു നസീർ സാർ. അദ്ദേഹം സിനിമയിൽ മുടിചൂടാ മന്നനായിരുന്ന കാലത്ത് ഒരൊറ്റ സ്റ്റാഫായി, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരൊറ്റ സ്റ്റാഫായിട്ട് അദ്ദേഹത്തിൻ്റെ മതത്തിൽപ്പെട്ട ഒരാളെയും അദ്ദേഹം കൊണ്ട് നടന്നിട്ടില്ല എന്നെങ്കിലും ഈ സംഘടന ഭിഷാം ദേഹികൾ ചിന്തിക്കുന്നതേയില്ല. നസീർ സാറിൻ്റെ പേഴ്സണൽ മേക്കപ്പ് മാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, സോമൻ. നസീർ സാറാണ് മലയാള സിനിമയിൽ മേക്കപ്പ് മാൻ അടക്കം സ്വകാര്യ സ്റ്റാഫുകളെ വെച്ച ആദ്യത്തെ താരം. ഇവർക്കാർക്കും നിർമ്മാതാവ് ശമ്പളം നൽകിയും വേണ്ട. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റ് ചൂഴാൽ രാജൻ, പേഴ്സണൽ ഡ്രൈവർ ശിവൻകുട്ടി, PS ആയിരുന്നത് ചിറയൻകിഴി രാമകൃഷ്ണൻ നായർ. കത്തുകളൊക്കെ തരംതിരിച്ച് മറുപടി അയക്കുകയും കാശ് മണി ഓർഡർ ചെയ്തിരുന്നതും മംഗളത്തിൻ്റെ മദ്രാസ് പ്രതിനിധിയായിരുന്ന CN കിഷൻകുട്ടി. ഒറ്റയാൾ തൻ്റെ സമുദായക്കാർ ആയിരുന്നില്ല എന്നുപോലും പ്രേം നസീറിനെ മുസ്ലിമാക്കാൻ ചാപ്പകുത്തുന്നവന്മാർ ഓർക്കുന്നില്ല എന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ പരമകഷ്ടമായ കാര്യം. മുസ്ലിം ലീഗ് നേതാവ് CH മുഹമ്മദ് കോയയുമായി അടുത്ത ബന്ധം സൂക്ഷിച്ച വ്യക്തിയായിരുന്നു നസീർ സാർ. പക്ഷേ സ്വന്തമായൊരു പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ എന്നതായിരുന്നു ആ മനുഷ്യൻ്റെ ചിന്ത. ഒരിക്കൽ പോലും എന്നാൽ മുസ്ലിം ലീഗ് ഇപ്പോൾ കളയാം എന്ന് അദ്ദേഹം ചിന്തിച്ചതേയില്ല. നമ്മുടെ ഒന്നാം തരം ഒരു കലാകാരൻ നഷ്ടമായി. ജനക്കൂട്ടത്തെ രസിപ്പിച്ച ഒരാൾ മാത്രമായിരുന്നില്ല അദ്ദേഹം. മതേതരത്വത്തോടും സാമൂഹ്യ നീതിയോടുമുള്ള നമ്മുടെ പ്രതിജ്ഞാബദ്ധതയുടെ പ്രതീകം കൂടിയായിരുന്നു നസീർ സാർ. രാജീവ് ഗാന്ധി അയച്ച ഒരു അനുശോചന സന്ദേശത്തിൻ്റെ വരികളാണ് ഞാനീ പറഞ്ഞത്. പ്രേം നസീറിനോട് എന്നും എതിർത്ത് സംസാരിക്കുന്ന ആളായിരുന്നു KP ഉമ്മക്ക. അത് വിരോധം കൊണ്ടല്ല. പ്രേം നസീറിൻ്റെ ഡിപ്ലോമസി KP ഉമ്മറിന് ഇഷ്ടമല്ല. ചളിച്ച് വല കെട്ടിയ പരിപ്പ് വട കൊണ്ട് കൊടുത്താലും മഹത്തരം മനോഹരം എന്ന് പറഞ്ഞ് കഴിക്കുന്നതും, സെറ്റ് പൊളിക്കാനുള്ളതാണ്, ബ്രേക്ക് ചെയ്യുന്നത് 3 മണിക്ക് ആകട്ടോ എന്നൊക്കെ നിർമ്മാതാവോ സംവിധായകനോ പറഞ്ഞാൽ അതിനെ ഒരിക്കലും അദ്ദേഹം എതിർക്കില്ല. അതിനെന്താ, ഒരു ഗ്ലാസ് സംഭാരം തരാൻ പറയൂ എന്ന് പറഞ്ഞ് അദ്ദേഹം 3 മണി വരെ ഷൂട്ടിങ്ങിൽ സഹകരിക്കും. ഇതൊന്നും KP ഉമ്മറിന് സഹിക്കില്ലായിരുന്നു. കിട്ടുന്നിടത്തെല്ലാം പ്രേം നസീറിൻ്റെ പ്രസൻസിൽ പോലും ഒരു താങ്ങുമായിരുന്നു ഉമ്മക്ക. സിനിമാക്കാർ ചില ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവനന്തപുരത്തൊരു പ്രകടനവും പൊതുയോഗവും വെച്ചു. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് കല്ലേറ് വരെ വന്നു. നമ്മുടെ എനിക്ക് തോന്നുന്നു ജയഭാരതിയുടെ ദേഹത്തെന്തോ കല്ലുകൊണ്ടു. സഖാവ് EK നയനാരാണ് അന്നത്തെ മുഖ്യമന്ത്രി. നിവേദനം സെക്രട്ടേറിയറ്റിൽ ചെന്ന് കൊടുത്ത്
അട്ടക്കുളങ്ങര വരെ നടന്ന് അവിടെ വെട്ടിമുറിച്ച കോട്ടയിൽ പൊതുയോഗം വെച്ചു. ഇന്ന് വെട്ടിമുറിച്ച കോട്ട മൈതാനമില്ല. അവിടെയാണിപ്പോൾ പഴയ MP തിയേറ്ററിൽ 24 ന്യൂസിൻ്റെ ഓഫീസാണിപ്പോൾ വെട്ടിമുറിച്ച കോട്ടയിൽ. അന്നത്തെ ആ യോഗത്തിൽ KP ഉമ്മർ പ്രസംഗിച്ചത് മിസ്റ്റർ പ്രേം നസീറിനെ പോലെ രാഷ്ട്രീയമറിയാതെ രാഷ്ട്രീയത്തിൽ വന്നവനല്ല മിസ്റ്റർ KP ഉമ്മർ എന്നാണ്. രാഷ്ട്രീയം അറിയാതെ രാഷ്ട്രീയത്തിൽ വന്നവനല്ല KP ഉമ്മർ എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ആ KP ഉമ്മർ പ്രേം നസീറിനെ വിലയിരുത്തിയത് ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു മാന്യനായിരുന്നു പ്രേം നസീർ എന്നാണ്. ആലോചിച്ച് നോക്കിയേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ പോലും മാന്യനല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മരണം ശരീരധർമ്മമാണ്. ആരുടെ മരണത്തിലും നമ്മൾക്ക് ദുഃഖിക്കാൻ അവകാശമില്ല. അറിവുള്ളവർ, പണ്ഡിതന്മാർ ആരുടെ മരണത്തിലും ദുഃഖിക്കുകയില്ല. ഇത് ഹൃദയസ്ഥമാക്കിയതുകൊണ്ട് മരണം നൽകിയ വിരഹ ദുഃഖത്തിൽ നിന്നും വിമുക്തനാകാൻ നോക്കുന്ന ഒരാളാണ് ഞാൻ. മിസ്റ്റർ നസീറിൻ്റെ മരണം സംഭവിച്ചപ്പോഴും എൻ്റെ മാനസികാവസ്ഥ ഇതായിരുന്നു. മറ്റുള്ളവർക്ക് അസൂയ തോന്നിയിരുന്ന ഒരു പുരുഷായുസിൻ്റെ ഉടമയായിരുന്നു മിസ്റ്റർ നസീർ. താൻ പ്രവർത്തിച്ച രംഗത്ത് ചെങ്കോലില്ലാത്ത രാജാവായിരുന്നു പ്രേം നസീർ എന്നാണ് KP ഉമ്മർ അനുശോചനം അറിയിച്ചുകൊണ്ട് എഴുതിയത്. സിനിമാക്കാരിൽ പണം സമ്പാദിച്ചവർ ഏറെയുണ്ട്. എന്നാൽ ആ സമ്പാദ്യത്തിൽ നിന്നും ഒരു ചെറിയ തുക പോലും പാവങ്ങൾക്കായി ചിലവാക്കാതെ ഒടുവിൽ പ്രമേഹവും ഹൃദ്രോഗവും വന്ന് നേഴ്സിംഗ് ഹോമുകളിലെ ബില്ലുകളായി മാറിയ ആ സമ്പാദ്യങ്ങൾ പലതാണ്. എന്നാൽ മിസ്റ്റർ നസീർ ചലച്ചിത്ര രംഗത്തെ അവശരായവർക്ക് ഒരു തണൽ വൃക്ഷമായിരുന്നു. ഒരാഴ്ച കൊണ്ട് മദ്രാശിയിലെ പല സംഘടനകൾക്കായി 10,000 രൂപയോളം പ്രേം നസീർ സംഭാവന ചെയ്തതിന് ഞാൻ സാക്ഷിയാണ്. ഭരത് P. J. ആൻ്റണി മദ്രാശിയിലെ ഒരു സ്വകാര്യ നഴ്സിംഗ് ഹോമിൽ വച്ച് മരിച്ചു. അദ്ദേഹം മദ്രാശിയിൽ വന്നത് ആർട്ട് ഫിലിംകാരുടെ ഒരു പടത്തിന് വേണ്ടിയായിരുന്നു. എനിക്ക് തോന്നുന്നു മണ്ണിൻ്റെ മാറൽ എന്ന് പറഞ്ഞ പടം ഡബ് ചെയ്യാൻ എന്തോ ചെന്നതാണ്. നഴ്സിംഗ് ഹോമിലെ ബില്ലടച്ച് തീർക്കാനുള്ളത് കാരണം മൃതദേഹം പുറത്തു കൊണ്ടുവരാൻ സാധിച്ചില്ല. അങ്ങനെയുള്ള വിഷമസന്ധിയിലാണ് ചലച്ചിത്ര പരിഷത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന ശ്രീ MO ജോസഫ് അവിടേക്ക് കടന്നു വന്നത്. MO ജോസഫിന് നിങ്ങൾക്കറിയാമല്ലോ, മഞ്ഞിലാസ്. മിസ്റ്റർ ജോസഫിന് അപ്പോൾ പ്രേം നസീറിനെ വിളിക്കാനാണ് തോന്നിയത്. ഒട്ടും വൈകാതെ മിസ്റ്റർ പ്രേം നസീർ നഴ്സിംഗ് ഹോമിലെത്തുകയും 5000-ലേറെ രൂപ കൊടുത്ത് മൃതദേഹം കൊച്ചിയിലെത്തിക്കുകയും ചെയ്തു. 47 വർഷം മുമ്പത്തെ കാര്യമാണിത്. അരനൂറ്റാണ്ട് മുമ്പ് 5000 രൂപ എന്നാൽ ഇന്നത്തെ മൂല്യം എത്രയാണ്? വയലാർ ഫണ്ടിലേക്ക് സംഭാവന ചോദിച്ചപ്പോൾ സംഭാവന നൽകുന്നത് എൻ്റെ ആദർശത്തിന് എതിരാണെന്ന് പറഞ്ഞിട്ടുള്ള മാന്യ വ്യക്തികൾ ചലച്ചിത്ര രംഗത്തുണ്ട്. ഉമ്മർ സാർ പറയുകയാണ്, യേശുദാസിനായിരിക്കും, പ്രേം നസീർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ മരിക്കണമായിരുന്നു. അതായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ എൻ്റെ മൃതദേഹം ഒട്ടും വൈകാതെ മറവ് ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നില്ല. എൻ്റെ നിർഭാഗ്യമെന്ന് പറയട്ടെ, മിസ്റ്റർ നസീർ നേരത്തെ പോയി. ഇതായിരുന്നു KP ഉമ്മയുടെ കാഴ്ചപ്പാട് നസീർ സാറിനെ പറ്റി. ആലോചിച്ച് നോക്കൂ, ഒരുപാട് വിമർശിച്ചിട്ടുള്ള ആൾ പറയുകയാണ്, പ്രേം നസീർ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ മരിക്കണമായിരുന്നു, എന്നാൽ എൻ്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് മയ്യത്തടക്കിയനെ എന്നാണ് പറയുന്നത്. നസീർ സാറിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിരുന്നു ചൂഴാൽ രാജനുമുണ്ട് പറയാൻ. ജയനോടൊപ്പമായിരുന്നു രാജൻ വർക്ക് ചെയ്തിരുന്നത്. ആകസ്മികമായ ജയൻ്റെ മരണത്തിൽ രാജൻ തൊഴിൽ നഷ്ടപ്പെട്ടവനായി. ഇതറിഞ്ഞ പ്രേം നസീർ രാജനെ തന്നോടൊപ്പം കൂട്ടി. 13 വർഷം രാജൻ നസീർ സാറിൻ്റെ ഒപ്പമായിരുന്നു. ആലപ്പുഴ ഉദയായിലെ വർക്ക് കഴിഞ്ഞ് കാറിൽ ചെറിയൻകീഴിലേക്ക് മടങ്ങുകയാണ് നസീർ സാറും അസിസ്റ്റൻ്റായ രാജൻ. പോകുന്ന വഴിയാണ് രാജൻ്റെ വീട്. രാജൻ അക്കാര്യം നസീർ സാറിനോട് സൂചിപ്പിച്ചു. സാറിന് സമ്മതമാണെങ്കിൽ എൻ്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോകാം. അതിനെന്താ, അതുവഴി പോകാവിടെ എന്നായി നസീർ സാർ. 3:30 മണിക്ക് ചൂഴാൽ രാജൻ്റെ വീട്ടിൽ ചെന്ന സൂപ്പർ താരം 7 മണി വരെ അവിടെ ഇരുന്നു. വർക്കുകൾ തനിക്ക് കുറയുന്നു, പുതിയ തലമുറ ശക്തരാകുന്നു എന്ന് കണ്ടപ്പോൾ നസീർ സാറ് മരുമകനെ വിളിച്ച് ഗൾഫിലൊരു ജോലി രാജന്
തരപ്പെടുത്തി കൊടുക്കാൻ ഏർപ്പാട് ചെയ്തു. രാജൻ ഗൾഫിലേക്ക് പറന്നു. രാജൻ പോകുന്നത് ഉറപ്പിച്ചപ്പോൾ തൻ്റെ കൈവശമുള്ളതൊക്കെ തിരിച്ചേൽപ്പിക്കണമല്ലോ. അന്ന് പ്രചാരത്തിലായി വരുന്ന ഇൻഡാലിയം പൈപ്പിൽ പ്ലാസ്റ്റിക് റിബർ വരിഞ്ഞ കസേരയും ആ കൂട്ടത്തിലുണ്ട്. നസീർ സാർ ഇരിക്കുന്ന കസേര, മടക്ക് കസേര. അത് നീ വച്ചോടെ എന്നായിരുന്നു നസീർ സാർ പറഞ്ഞത്. ഒരു നിത്യസ്മാരകമായി രാജൻ ആ കസേര സൂക്ഷിക്കുന്നു. ഇടയ്ക്ക് രാജൻ നസീർ സാറിൻ്റെ മക്കളോട് തിരക്കി, സാറിൻ്റെ കസേര വേണേൽ തിരിച്ചു തരാമെന്ന്. അത് രാജന് തന്നതല്ലേ, അതവിടെ ഇരിക്കട്ടെ എന്നായിരുന്നു മക്കളുടെ ഉത്തരം. പ്രേം നസീറിൻ്റെ മാനേജരായിരുന്നു ഒരു വേലായുധൻ. ഭാർഗവി നിലയത്തിലൊക്കെ അസിസ്റ്റൻ്റ് ക്യാമറാമാനായിരുന്നു വേലായുധൻ. 32 വർഷത്തെ അടുപ്പം മരിക്കും വരെയും വേലായുധൻ സൂക്ഷിച്ചു. മാനേജരല്ല, കുടുംബത്തിലെ ഒരാളായാണ് നസീർ സാർ വേലായുധനെ കണ്ടത്. 1989 ജനുവരി 10 വടപഴനിയിലെ വിജയ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ 63 വയസ്സ് തികയാൻ 3 മാസം പ്രായമുള്ള നസീർ പറഞ്ഞത്, ഇനി ഞാൻ മരിക്കേ ഉള്ളൂ വേലായുധ, എന്നെ ഇനി തിരിച്ചു കിട്ടില്ല എന്നായിരുന്നു. അന്ന് തന്നെ അദ്ദേഹത്തെ ICUവിലേക്ക് മാറ്റപ്പെട്ടു. ആ കാഴ്ച കണ്ട വേലായുധൻ അവിടെ നിന്ന് തേങ്ങി കരഞ്ഞു. ഷാനവാസിനോട് കാണിക്കുന്ന വാത്സല്യം വേലായുധനോടും പ്രേം നസീർ കാണിച്ചിരുന്നുവെന്ന് വേലായുധൻ തന്നെ പറയുന്നു. ബേപ്പൂർ സുൽത്താനും നസീർ സാറിനെ പറ്റി പറയാനുണ്ട്. നിത്യഹരിത നായകനാണല്ലോ നസീർ സാർ. ഭാർഗവിയുടെയും ശശികുമാറിൻ്റെയും അനശ്വര പ്രണയകഥ പറഞ്ഞ ഒരൊറ്റ തിരക്കഥ മാത്രമാണല്ലോ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിരിക്കുന്നത്. ശശികുമാർ പ്രേം നസീറാണ് ചെയ്തതെന്ന് മലയാളിക്കാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നാം മനുഷ്യർ, നമ്മളൊന്ന് എന്ന് മനുഷ്യകുലത്തെ പറ്റിയുള്ള മഹത്വമായ തത്വം പ്രേം നസീർ അനുസരിച്ചിരുന്നു എന്നാണ് ബഷീറിൻ്റെ ഭാഷ്യം. എനിക്ക് അദ്ദേഹത്തെ ഒരുമാതിരി നല്ലവണ്ണം അറിയാം. തലക്കനം ഭാവിക്കുന്ന ആളായിരുന്നില്ല പ്രേം നസീർ. ആദ്യമായി നസീറിനെ നേരിൽ കണ്ട അനുഭവം സുൽത്താൻ പറഞ്ഞിട്ടുണ്ട്. പ്രേം നസീർ മരിക്കുന്നതിന് ഒരു 10-30 കൊല്ലം മുമ്പ് ഒരു ദിവസം പകൽ ശോഭന പരമേശ്വരൻ നായരും ഞാനും കൂടി പ്രേം നസീറിനെ കാണാൻ ചെന്നു. മദ്രാസിലാണ്. എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ടായിരുന്നില്ല. ഏതോ രാജാവിൻ്റെയോ ചക്രവർത്തിയുടെയോ മേക്കപ്പോടെ നസീർ ക്യാമറയുടെ മുന്നിൽ രംഗത്ത് നിൽക്കുകയാണ്. വിളക്കുകളും ക്യാമറകളും എല്ലാം ഉണ്ട്. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. യാദൃച്ഛികമായി നസീർ സാറ് പരമുവിനെ കണ്ടു. പരമു എന്ന് പറഞ്ഞാൽ ശോഭന പരമേശ്വരൻ നായരെ. പരമു എന്നെ ചൂണ്ടിക്കാണിച്ചു. ഉടൻ നസീർ എന്തൊക്കെയോ കൈകൊണ്ട് ഡയറക്ടറോട് കാണിച്ചിട്ട് വാണം വിട്ട മാതിരി ആളുകളുടെ ഇടയിലൂടെ ഞങ്ങളുടെ അടുത്ത്. പരമു എന്നെ ചൂണ്ടിയിട്ട് ഇതാരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ചുമ്മാ പോ പരമു, തല കണ്ടാൽ അറിഞ്ഞൂടെ എന്ന് ചോദിച്ച് എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ മുഖത്തൊരു ചുംബനം തന്നു നസീർ എന്നാണ് വൈക്കം സുൽത്താൻ പറയുന്നത്. റഷ്യൻ അംബാസഡറായിരുന്ന KPS മേനോൻ, പിന്നെ പ്രേം നസീർ, ജീവിതത്തിൽ ആരെയും നിരാശപ്പെടുത്താത്ത 2 വ്യക്തിബന്ധങ്ങളായിരുന്നു KPS മേനോനും പ്രേം നസീറും എന്ന് പറയുന്നത് മറ്റൊരു മേനോനായ KG മേനോനാണ്. ജാതിഭേദമന്യേ ആരെയും സഹായിക്കാനുള്ള ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു നസീർ എന്നാണ് KG മേനോൻ പറയുന്നത്. ഞാനും അദ്ദേഹത്തിൽ നിന്നും സാമൂഹ്യ സേവനങ്ങൾക്കായി സംഭാവനകൾ ചോദിച്ചിട്ടുണ്ട്. ഇല്ലയെന്ന് പറയാതെ പതിവുള്ള ചിരിയുമായി അദ്ദേഹം എത്ര പണം വേണമെന്ന് ചോദിക്കാറുണ്ടായിരുന്നു. ജാതിയുടെയോ വർഗീയതയുടെയോ രക്തമല്ല അദ്ദേഹത്തിൻ്റെ സിരകളിലുണ്ടായിരുന്നത്. മനുഷ്യ സ്നേഹത്തിൻ്റെയും മനുഷ്യ മനസ്സിൻ്റെയും പരിശുദ്ധ രക്തമായിരുന്നു അതിനുള്ളിൽ. മേനോൻ പരിചയപ്പെടാത്ത സിനിമാക്കാർ വിരളമാണ്. അതുപോലെ മേനോൻ്റെ ആതിഥ്യം സ്വീകരിക്കാത്തവരും സിനിമയിൽ ചുരുക്കമാണ്. സെൻസർ ബോർഡ് മെമ്പറും അന്വേഷണം എന്ന മാസിക നടത്തിയ ആളും ദക്ഷിണ എന്ന സാംസ്കാരിക സംഘടന മദ്രാശിയിൽ തുടക്കം കുറിച്ച ആളുമൊക്കെയാണ് KG മേനോൻ. 10-15 വർഷം മുമ്പ് മേനോനും വിട പറഞ്ഞു. പ്രേം നസീർ മദ്രാശിയിൽ വന്ന കാലം മുതൽ KG മേനോൻ്റെ സുഹൃത്താണ്. അതിര് കടന്ന് സൽക്കാരങ്ങളിൽ പങ്കെടുക്കാത്ത ഒരേ ഒരു വ്യക്തിയെ സിനിമയിൽ തനിക്കറിയാവൂ, അത് പ്രേം നസീർ ആണ് എന്നാണ് മേനോൻ പറഞ്ഞിട്ടുള്ളത്. ലോക റെക്കോർഡിന് ഉടമയാണെങ്കിലും ഒരു തവണ പോലും നല്ല നടൻ്റെ സംസ്ഥാന സർക്കാർ പുരസ്കാരം തനിക്ക് ലഭിക്കാത്തതിൽ
മരിക്കും വരെ വേദനിപ്പിച്ച ആളായിരുന്നു അത്രേ നസീർ സാർ. അക്കാര്യം മേനോനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം കുറിച്ചിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ജന്മശതാബ്ദി ആഘോഷത്തിന് ഈഴവനല്ലാത്ത മേനോനും ജന്മം കൊണ്ട് മുസൽമാനായ പ്രേം നസീറും എത്രയോ ചടങ്ങുകളിൽ സംബന്ധിച്ച കാര്യവും NSS നടത്തിയ പുസ്തകോത്സവത്തിൽ പ്രേം നസീർ പ്രസംഗിച്ചിരുന്ന കാര്യവും ഒക്കെ KG മേനോൻ മരിക്കും വരെ പറയുമായിരുന്നു. ഞാനെപ്പോഴും പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കടൽ പോലെ, ആനയെപ്പോലെ, വിമാനത്തെ പോലെ കണ്ടിട്ടും കൊതുതീരാത്ത നസീർ സാറിൻ്റെ ആത്മാവിന് ഒരിക്കൽ കൂടി നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.